بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب أحب الدين إلى الله أدومه أحب الدين ദീനിൽ വച്ച്, അതായത് അമലുകളിൽ വച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അദ്വമുഹു, അതിൽ നിന്ന് ഏറ്റവും ദായിമായി ചെയ്യുന്ന അമലുകളാണ്. ഏത് അമലുകൾ ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന അമലുകൾ ദായിമായതായിരിക്കണം. ആ ദായിമാക്കാൻ പറ്റുന്ന അമലുകളാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാകുന്നു. ഇവിടെ 2-3 കാര്യങ്ങൾ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. ഒന്ന്, ഇറാബിയായ വിഷയം സാധാരണ പറഞ്ഞു തന്നെയാണ്. മഅദൂഫായ ഖബറാണ് ബാബു എന്ന് പറഞ്ഞത്. അഹബുദ്ദീൻ ഇലല്ലാഹി അദ്വമുഹു എന്ന മുബ്തദയും ഖബറും കൂടിയതാണ്. അഹബു മുബ്തദ, അദ്വമു ഖബർ. ആ മുബ്തദ ഖബറും കൂടിയതായ ജുംലയിലാണ് മുളാഫ് ഇലൈഹി. ഒന്നായിട്ട് കൂടിയത് മുളാഫ് ഇലൈഹിന്റെ മക്കാനിലാണ്. അത് വാഹിറാണ്. പിന്നെ മറ്റൊന്ന്, തൊട്ട് മുമ്പത്തെ ബാബു ഹുസ്നി ഇസ്ലാമിൽ മർഇ, ആ ബാബുവിൻ്റെ ശേഷം ഈ ബാബിനെ കൊണ്ടുവന്നത് എന്തിന് എന്നതാണ് ചർച്ച. എന്നത് പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. നാം പലപ്പോഴായി സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വ നഫഅനാ ബിഉലൂമി വളരെ അധികം സൂക്ഷ്മതയോടുകൂടെയാണ് സ്വഹീഹിനെ തർത്തീബാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ കിതാബുകൾ ഓതുന്നവർ വളരെ അധികം നല്ല നിയ്യത്തോടു കൂടെ, നല്ല മനസ്സോടു കൂടെ ഇത് നോക്കുന്നവർക്ക് ഇതിലുള്ള നന്മകൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എല്ലാത്തവർ വിമർശകരായി മാറും. ഇവിടെ സുറാഹ്, ഐനി അടക്കമുള്ളവർ എന്തെല്ലോ പറയുന്നുണ്ട്, ഒരു മഫ്ഹൂമില്ലാത്ത വർത്താനങ്ങൾ. അതെല്ലാം അവർക്ക് ഇതിൻ്റെ പോക്ക് മനസ്സിലാവാത്തതിൻ്റെ പേരിലാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ബാബിൻ്റെ പ്രസക്തി തൊട്ട് മുമ്പത്തെ ബാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ് കൊണ്ടുവന്നത്. ഇദാ അഹ്സന അഹദുക്കും ഇസ്ലാമ ഫകുല്ലു ഹസനത്തി അഅമലുഹാ തുക്തബു ലഹു ബിഅശ്രി അംസാലിഹാ ഇലാ 700 ളിഫ്. എന്ന ആശയത്തിലേക്കുള്ള 2 ബാബിനെയാണ്, 2 ഹദീസിനെയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നത്. അപ്പം അവിടെ ഈ ഹദീസ് കേൾക്കുന്നവർക്ക് ഇഹ്സാനുള്ള ഏത് അമലുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് ഒന്നിനിക്ക് 10 മുതൽ 700 വരെ, മറ്റു റിവായത്തുകൾ നോക്കുമ്പോൾ അല്ലാഹു യുളാഇഫു ലിമൻ യശാ, അതിലേറെയും ലഭിക്കാം. ഇങ്ങനെ സൽക്കർമ്മങ്ങൾക്ക് ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കും എന്ന് വെക്കുമ്പോൾ ഏതൊരാളും ആ സൽക്കർമ്മങ്ങളെ പെരുപ്പിക്കാൻ വേണ്ടി, അധികരിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കും. അതായിരിക്കും ഒരു മുഅ്മിന്റെ സ്വഭാവം. കാരണം അവൻ്റെ ആവശ്യം വലിയതാണ്. വളരെ കുറഞ്ഞ സമയമേ അവനിക്ക് ദുനിയാവിലുള്ളൂ. ഇതാണ് മസ്റഅത്ത്. ഇവിടെ വെച്ചാണ് അവൻ കൃഷി ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഹദീസുകൾ കേൾക്കുമ്പോൾ അവനിക്ക് വളരെ അധികം ആനന്ദം ലഭിച്ച്, വളരെയധികം ആഗ്രഹം വന്ന്, വളരെയധികം താല്പര്യം വന്ന് അമലുകൾ വർദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് സ്വാഭാവികമാണ്. ആ അമലുകൾ വർദ്ധിപ്പിക്കുന്നത്
അത് എന്നെന്നും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർധനവാണ് വേണ്ടത്. ഏതെങ്കിലും ഒരു ദിവസം കുറേ ഇബാദത്തുകൾ ചെയ്തു, രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് ഇബാദത്ത് ചെയ്തു, അതുപോലെ ദിവസങ്ങളോളം നോമ്പ് അനുഷ്ഠിച്ചു, ദിവസങ്ങളോളം രാവും പകലിലും ദിക്റിലായി മുഴുകി, വേറൊരു പണി ഓനില്ല. ഒന്നിന് 10 മുതൽ 700 അതിൽ കൂടുതലോ കിട്ടണമെന്ന് വിചാരിച്ച് അങ്ങനെ ആനന്ദമായി ആവേശമായി അമൽ ചെയ്തു. പിന്നീട് ഒന്നും ചെയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടാൽ അത് അവൻ്റെ നാശത്തിൻ്റെ അടയാളമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൊട്ട് പിറകെ ഈ ബാബ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആവേശത്തോടു കൂടെ ഇബാദത്തുകളിലേക്ക് മുതിരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അത് ദായിമാക്കാൻ വേണ്ടി ശ്രമിക്കണം. ദായിമാക്കാൻ കഴിയുന്ന നിലക്ക് അത് തർത്തീബാക്കി കൊണ്ടുവരണം. അതിന് വേണ്ടുന്ന അമലുകളാണ് അവൻ പതിവായി ചെയ്യേണ്ടത്, പ്രത്യേകമായ വിറുതായി ഏറ്റെടുക്കേണ്ടത്. അതല്ലാതെ മോമിനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് അള്ളാഹു അവൻ്റെ മനസ്സിനെ തൊട്ട് ഒഴിവാകുന്ന ഘട്ടമുണ്ടാവാൻ പാടില്ല. അവൻ ഏത് സ്ഥിതിയിലാണെങ്കിലും മനസ്സിൽ അള്ളാഹു വേണം, മനസ്സിൽ അവനിക്ക് ദിക്റ് വേണം, നാവ് കൊണ്ട് കഴിയുന്ന ദിക്റുകൾ അവൻ ചെയ്തുകൊണ്ടേയിരിക്കണം, ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകൾ അവൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ളതായ എപ്പോഴും അള്ളാഹുവിൻ്റെ സ്മരണ അതൊരു മോമിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അതല്ലാതെ അമലായി കണക്കിലെടുക്കപ്പെടുന്ന പ്രത്യേകമായി കണക്കിലെടുക്കപ്പെടുന്ന അമലുകൾ, നിസ്കാരം, നോമ്പ്, പ്രത്യേക ദിക്റുകൾ, ഖുർആൻ പാരായണം, സ്വലാത്തുകൾ, ഇങ്ങനെയുള്ള അദ്കാറുകളെല്ലാം അത് അവനിക്ക് എന്നെന്നും ചെയ്യാൻ പറ്റുന്ന രീതിയിലാവണം. അതാണ് അവൻ്റെ നജാത്തിൻ്റെ അടയാളം. അല്ലാതെ കുറേ കാലം ചെയ്തു പിന്നീട് ഒന്നും ചെയ്യാത്ത അവസ്ഥ എത്തുന്നത് അവൻ്റെ ഖിദിലാനിൻ്റെ അടയാളമാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് അവനിക്ക് തൗഫീഖില്ല എന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് ആവേശത്തോടു കൂടെ അമൽ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് അത് ദായിമാക്കണമെന്ന നിയ്യത്തോടു കൂടെ ആയിരിക്കണം ചെയ്യേണ്ടത് എന്നുണർത്താൻ വേണ്ടിയാണ് ഈ ബാബ് ഇമാം ബുഖാരി കൊണ്ടുവരുന്നത്. അതോടുകൂടെ ദീൻ അമലാണ്, അമലുകൾ ഈമാൻ്റെ ഭാഗമാണ് നാം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈമാൻ കിതാബുൽ ഈമാനുമായി ബന്ധമുണ്ട്. അതോടുകൂടെ തൊട്ട് മുമ്പത്തെ ഹദീസിനിക്ക് ഒരു കൈത് കൊടുക്കലാണത്. ഒന്നിനിക്ക് 10 അതിൽ കൂടുതൽ എത്രയുമാവാം. അതുകൊണ്ട് തന്നെ ധാരാളം അമലുകൾ ചെയ്യേണ്ടതാണ്. ആ ചെയ്യുന്ന അമലുകൾ വൈവിധ്യമായ അമലുകളാക്കി അത് എന്നെന്നും ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അത് എന്നുണർത്താൻ വേണ്ടി. قال الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه. حدثنا محمد بن المثنى قال حدثنا يحيى عن هشام قال أخبرني أبي عن عائشة رضي الله عنها وعنهم أن النبي صلى الله عليه وسلم دخل عليها وعندها امرأة فقال من هذه؟ قالت فلانة تذكر من صلاتها. قال ما عليكم بما تطيقون فوالله لا يمل الله حتى تملوا وكان أحب الدين إليه ما داوم عليه صاحبه. ഈ ഹദീസിൽ 5 റാവികളാണുള്ളത്. ഒന്ന് ബഹുമാനപ്പെട്ട അബൂ മൂസ മുഹമ്മദ് ബിനുൽ മുസന്ന അൽ ബസരി അൽ മറൂഫ് ബിസ്സമിൻ. മുമ്പേ സംബന്ധിച്ച് മുമ്പ് നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തേത് യഹ്യ ബിനു സഈദിനിൽ ഖത്താറിൽ അഹ്വൽ
അതാ യഹ്യ എന്നവർ. മൂന്നാമത്തത് ഹിശാം ഇബ്നു ഉർവ റളിയല്ലാഹു അൻഹു. നാലാമത്തത് ഹിശാം എന്നവരുടെ പിതാവായ ഉർവത്ത് ബിൻ സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹും. അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ അസ്സയ്യിദത്തു ആയിഷ റളിയല്ലാഹു അൻഹ അവരെ തൊട്ടാണ്. എന്താണ് അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഖല അലൈഹാ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. വഇൻദഹാ വാവുഹാലി, ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലുണ്ട് ഇംറാത്തുൻ, ഒരു സ്ത്രീയുണ്ട്. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, മൻ ഹാദിഹി, ഇതാരാണ്? ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫുലാന, അത് നമ്മളെ ഇന്നാലിന്ന ആളാണ്. അങ്ങനെ ഫുലാന എന്ന് ഒരാളെ തൊട്ട് കിനായത്തായി പറയുന്ന പേരാണ്. പേര് ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളൂ, പല ഹദീസുകളും പേര് വന്നിട്ടുണ്ട്. തദ്കുറു, എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മിൻ സ്വലാത്തിഹാ, ആ സ്ത്രീയുടെ നിസ്കാരത്തിൽ നിന്ന് അതിൻ്റെ മദ്ഹായി പറയുന്നു. അത് ആരാന്ന് ചോദിച്ചു. അതാ മുത്തഹജ്ജിദത്താണ്. തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന മദീനയിൽ ഇത്ര അഅ്ബദു അഹ്ലിൽ മദീന, മദീനക്കാരിൽ വെച്ച് ഏറ്റവും ഇബാദത്ത് ചെയ്യുന്ന നമ്മുടെ ഹൗല ബിൻത് തുവൈത്താണ്. ഹൗല എന്നാണ് മഹദിയുടെ പേര്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അവർക്ക് ധാരാളം സംസ്കാരമുണ്ട്. രാത്രി തീരെ ഉറങ്ങാതെ ഖിയാമുൽ ലൈൽ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. അങ്ങനെ അതിൻ്റെ മദ്ഹായി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഹൗല ബിൻത് തുവൈത്ത് ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത കുടുംബക്കാരിയാണ്. ഖദീജ ബീവിയുടെ പിതാവിൻ്റെ പിതാവായ അസദ്, അത് ഈ ഹൗല എന്നവരുടെ പിതാവിൻ്റെ പിതാവാണ്. അവർ രണ്ടാളും യഥാർത്ഥത്തിൽ ഇളയമീൻ മോളുമായിട്ട് വരും ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ. മാത്രവുമല്ല, ഈ ഹൗല റളിയല്ലാഹു അൻഹ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചും കൊണ്ട് മുസ്ലിമാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ ഖദീജ ബീവിയും ഹൗല റളിയല്ലാഹു അൻഹയും തമ്മിൽ വലിയ ബന്ധമായിരുന്നു. അത് ഹൗല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നതിൻ്റെ ശേഷം ഹൗലാവും മദീനയിലേക്ക് ഹിജ്റ വന്നു. ആ ഹിജ്റ വന്നതിൻ്റെ ശേഷം പലപ്പോഴും നബി തങ്ങളുടെ അടുക്കലേക്ക് വരികയും നബി തങ്ങൾ വളരെ അധികം അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഹൗല ഉണ്ട്. ആ സമയത്ത് ഹൗലാവിൻ്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധ തിരിക്കുകയും ഹൗലാവിനോട് കുശലാന്വേഷണം നടത്തുകയും കൂടുതൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ഇത്രയും സമയം അവർക്ക് വേണ്ടി നിങ്ങൾ ചെലവാക്കിയതെന്തേ? ഇത്ര പരിഗണന എന്താ? അവ പറഞ്ഞ മറുപടി, അവൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്ത ആളാണ്, അതുകൊണ്ടാണ്, ആ ഖദീജാനോടുള്ള സ്നേഹമാണ് ഞാൻ ഈ കാണിക്കുന്നത്. അങ്ങനെയുള്ള ഹൗല റളിയല്ലാഹു അൻഹ അവരാണ് ഈ ഹദീസിൽ പറയുന്ന ഇംറാത്ത്. ഖാല, അങ്ങനെ അവരുടെ നിസ്കാരത്തിൻ്റെ മഹത്വം, രാത്രിയിൽ ധാരാളമായി നിസ്കരിക്കുന്നവരാണ്, ഉറങ്ങാതെ നിസ്കരിക്കുന്നവരാണ്, അതറിയപ്പെട്ട കാര്യമാണ്. ഇത് പറഞ്ഞപ്പം ഖാല റസൂലുള്ളാഹി പറഞ്ഞു, മഹ്, നിർത്തവിടെ, നിർത്ത്, കൂടുതൽ അത് സംബന്ധിച്ച് പറയണ്ട, അത് വലിയ മധുഹൊന്നുമല്ല. അലൈക്കും ബിമാ തുതീഖൂൻ, ഇവിടെ അലൈക്കും എന്നാണ് റസൂലുള്ളാഹി ഉപയോഗിക്കുന്നത്, അലൈക്കുന്ന. കാരണം ഹൗല ആണ് ഈ നിസ്കരിക്കുന്ന ആള്.
റസൂലുള്ളാഹിനോട് അഭിസംബോധനമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അപ്പൊ സ്ത്രീകളോ മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ അലൈകുന്ന എന്ന് പറയേണ്ടിയിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശാരിഹാണ്. ശർഹ് നിശ്ചയിക്കുന്ന ശർഹ് നിയമങ്ങളെ കൊണ്ടുവരുന്നവരാണ്, ശാരിഹാൻ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത് അലൈക്കും, ആണുങ്ങളും പെണ്ണുങ്ങളുമാകുന്ന നിങ്ങൾ. അവിടെ ആണുങ്ങളെ തകലീബാക്കല്, അതിൽക്കാണ് അലൈക്കും, നിങ്ങൾ ലോക മുസ്ലിമീങ്ങൾ നിങ്ങൾ ദായിമാക്കണേ, ബിമാ തുതീഖൂന, നിങ്ങൾ മുറുകെ പിടിക്കണേ, ബിമാ തുതീഖൂന, നിങ്ങൾക്ക് കഴിയുന്ന ഒന്നുകൊണ്ട്. അവിടെ ഖാലി ഇയാദ് റളിയല്ലാഹു അൻഹു ഇതിനൊക്കെ രണ്ടർത്ഥം വെക്കുന്നുണ്ട്. അലൈക്കും, നിങ്ങൾ ദായിമാക്കണം, മുറുകെ പിടിക്കണം, ബിമാ തുതീഖൂന, നിങ്ങൾക്ക് കഴിയുന്നത് എന്തുണ്ടോ അതുകൊണ്ടെല്ലാം കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ചെയ്യണം എന്നർത്ഥം വെക്കാം. എന്നാൽ അവിടെ ലാഹിറായ അർത്ഥം മറ്റൊന്ന, അലൈക്കും, നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾ ചെയ്യുക, ബിമാ തുതീഖൂന, നിങ്ങൾക്ക് ശരീരം കൊണ്ട് കഴിയുന്ന ഒന്നുകൊണ്ട് മാത്രം. അത് എത്ര ചുരുങ്ങിയതാരും വേണ്ടില്ല, കഴിവിൻ്റെ പരമാവധി എന്നല്ല, കഴിയുന്ന അത്ര ചെയ്യുക. കഴിയുന്നതിൻ്റെക്കാളും കൂടുതൽ ഗതികെട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ലാഹിർ. ഫവല്ലാഹി ലാ യമല്ലുല്ലാഹു ഹത്താ തമല്ലൂ. ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലാ യമല്ലുല്ലാഹ്, കാരണം ഈ സബിയാണ്, അതാണ് ഫാവോടെ. കാരണം അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലാ യമല്ലുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് മടി വരൂല. ഹത്താ തമല്ലു, നിങ്ങൾക്ക് മടി വരുന്നത് വരേക്കും. നിങ്ങൾ അമൽ ചെയ്ത് ക്ഷീണിച്ച് നിങ്ങൾ അമൽ നിർത്തുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സവാബ് നൽകല്ല, നിർത്തൂല. ലാ യമല്ലു എന്നതിൻ്റെ അർത്ഥം മടി, ക്ഷീണം, തളർച്ച ഒഴിവാക്കുക എന്നർത്ഥം അല്ലാഹുവിനെ സംബന്ധിച്ച് വെക്കാൻ പറ്റൂലല്ലോ. തളർച്ച അപ്പോൾ ഉദ്ദേശം അല്ലാഹു തആല കൂലി നൽകല്ല, നിർത്തൂലാന്ന. ഹത്താ തമല്ലു, നിങ്ങൾ മടിച്ച് അമലുകളെ ഒഴിവാക്കുന്നത് വരേക്കും. നിങ്ങൾ അമൽ ചെയ്ത് ഒഴിവാക്കുന്ന ഘട്ടത്തിൽ അപ്പോഴേ നിങ്ങൾ അമൽ ചെയ്ത് അമലിനെ ഒഴിവാക്കുമ്പോൾ മാത്രമേ സവാബ് അള്ളാഹു നൽകാതിരിക്കുള്ളൂ. അതുവരേക്കും സവാബ് നൽകാൻ അള്ളാഹ്ക്ക് കഴിയും. അതുകൊണ്ട് അള്ളാഹിന് തന്ന് ക്ഷീണിക്കണം. അള്ളാഹു തആല വിചാരിച്ചത് അള്ളാഹു തആല തന്നു പോയങ്ങട്ടെ നിങ്ങൾ വിചാരിക്കണ്ട. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിയുന്നത് എത്ര ഉണ്ടോ അത്ര നിങ്ങൾ ചെയ്താൽ മതി. കാരണം കൂലി നൽകുന്നവൻ അവനാണ്, അവനിക്ക് എത്രയും തരാൻ കഴിയുന്നവനാണ്. ഇവിടെ ലാ യമല്ലുല്ലാഹു ഹത്താ തമല്ലു എന്ന് പറഞ്ഞതിലേക്ക് നാം വച്ച അർത്ഥം, അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി നൽകലിനെ നിർത്തൂല. നിങ്ങൾ മടി കാട്ടി അമൽ ഒഴിവാക്കുന്നത് വരേക്കും നിങ്ങൾ എത്ര അമൽ ചെയ്താലും അതിനേക്ക് പ്രതിഫലം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയും. നിങ്ങൾ അമൽ ചെയ്ത് കുറച്ചെങ്കിൽ മാത്രമേ, അമൽ നിർത്തിയെങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അമലിനെ കുറക്കുള്ളൂ, അമൽ കൂലി നിർത്തുള്ളൂ. ചെയ്യാതിരിക്കുമ്പോഴേ കൂലി നിർത്തുള്ളൂ. വഖാലൽ ഹർവി قال الإسماعيلي وجماعة من المحققين إنما أترك هذا على جهة المقابلة اللفظية مجازا. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മലൽ വരും എന്ന് പറയുന്നത്, മലൽ എന്ന് പറഞ്ഞാൽ എന്താ? മലാല് എന്ന് പറഞ്ഞാൽ ഇസ്തിസ്ഖാലു ശൈഇ വനുഫൂറു നഫ്സി അൻഹു ബഅദ മഹബ്ബതിഹി. ഒരു സംഗതിയെ ഇഷ്ടം വെച്ചതിൻ്റെ ശേഷം പിന്നെ ശരീരം അതിനെ ഭാരമായി എണ്ണുക, എന്നുള്ള മടി എന്നറിയാം. ഹുവ മുഹാലുൻ അലല്ലാഹി തആല ബിത്തിഫാഖ്. ആ അർത്ഥം അള്ളാഹ്ക്ക് മടി എന്നുള്ള അർത്ഥം അത് ലോക മുസ്ലിമീങ്ങളെ ഇത്തിഫാഖിണ്ട അർത്ഥം വെക്കാൻ പറ്റൂല. പിന്നെ എന്താണ് അവിടെ അർത്ഥം? ഇസ്മായിലിയും മറ്റുള്ളവരും പറഞ്ഞു ഇന്നമാ ഉത്രിക ഹദാ അലാ ജിഹത്തിൽ മുഖാബലത്തിൽ ലഫ്ളിയത്തി മജാസൻ, അത് മജാസായ പ്രയോഗമാണ്. ലാ യമല്ലുല്ലാഹു ഹത്താ തമല്ലു.
ഇവിടെ ഹത്ത ഗോയിയാകുമ്പോഴാണ് മജാസ് ഉണ്ട് എന്ന് വെക്കേണ്ടത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മലല് എന്ന ഒന്നിനെ ചേർക്കാൻ പാടില്ല. കാരണം അത് അള്ളാഹുവിൻ്റെ അടുക്കൽ മുഹാലാണ്. അത് ഇതുപോലെയുള്ള എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ എന്ന് പറഞ്ഞാൽ ഒരാൾ ഇങ്ങോട്ട് വല്ല ദോഷവും വല്ല ഉപദ്രവവും ചെയ്താൽ തിരിച്ചടിക്കുന്നതിന് ഉപദ്രവം എന്നല്ലല്ലോ പറയാ, തിരിച്ചെടുക്കൽ നിർബന്ധമല്ലേ. അത് ഏതൊരാൾ വേണ്ടി സയ്യിഅത്ത് തെറ്റ് എന്ന് പറയില്ലല്ലോ. പക്ഷേ സൂറത്തിൽ രണ്ടും ഒന്നാണ് എന്നതുപോലെയുള്ള പ്രയോഗമാണ്, മജാസാണ്. എന്നാൽ ഒരു വിഭാഗം മഹാന്മാർ പറയുന്നത് അവിടെ ഹത്ത എന്നത് ഗോയല്ല, ഗോയത്തിൻ്റെ മനാക്കല്ല, വരെ എന്നർത്ഥത്തിനേക്കല്ല, ഹത്ത ഇതൻ്റെ അർത്ഥത്തിനേക്കാണ്. അങ്ങനെ അറബി കലാമിൽ ഹത്ത ഇതൻ്റെ മനാക്ക് വരലുണ്ട്. അപ്പം എന്താ അർത്ഥം വെക്കുക? ലാ യമല്ലുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് മടി എന്ന് പറയുന്ന സ്വഭാവം വരിക തന്നെ ഇല്ല. ഹത്താ തമല്ലു, നിങ്ങൾക്ക് മടി വന്നാലും ഇപ്പം നിങ്ങൾ മടിയന്മാരായി നിർത്തിയെന്ന് വരും, അള്ളാഹ്ക്ക് മടി വരൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മടി വരാതിരിക്കാൻ പറ്റുന്ന നിലക്കുള്ള അമലുകൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ വേറൊരർത്ഥം ഹത്ത വാവിൻ്റെ മാനാക്കാണ്. അപ്പം എന്താ അർത്ഥം വെക്കുക? ലാ യമല്ലുല്ലാഹ്, അള്ളാഹ്ക്ക് മടി വരൂല. വൈന്തമല്ലോ എന്നർത്ഥം, നിങ്ങൾക്ക് മടി വന്നാലും. ലാ യമല്ലോ, ലാ യമല്ലുല്ലാഹ്, അള്ളാഹ്ക്ക് മടി വരൂല. ഹത്താ തമല്ലോ എന്നർത്ഥം ഓ തമല്ലൂന, നിങ്ങൾക്ക് മടി വരും. അള്ളാഹ്ക്ക് മടി വരൂല, നിങ്ങൾക്ക് മടി വരും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കൂലി അത് എന്നെന്നും എപ്പോഴും അല്ലാഹു തആലാക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ നിങ്ങൾക്ക് അല്ലാഹു തആലാനോട് ചോദിക്കാനുള്ള കസര് വരും, മടി വരും, ഇസ്തിസ്കാൽ വരും. അതുകൊണ്ട് അത് നിങ്ങളെ ഭാവിയിലുള്ള സുരക്ഷയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് മടി വരാതിരിക്കാൻ പറ്റുന്ന അമലുകൾ ചെയ്താൽ മതി. മറ്റൊരു മാന ഹത്ത എന്നുള്ളത് ഹീനന്റെ മാനാക്കാണ്. അപ്പം എന്താർത്ഥം വരും? ലാ യമല്ലുല്ലാഹ്, അല്ലാഹു തആലാക്ക് മടി വരൂല, മലാല് വരൂല. ഹത്താ തമല്ലു, നിങ്ങൾക്ക് മടി വരുന്ന സമയത്ത്. അതുകൊണ്ട് നിങ്ങൾ ഏകദേശം എല്ലാ മുലർസനും നിങ്ങൾ മടിയന്മാരാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെന്നും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അമലുകളെ നിങ്ങൾ ചെയ്യുക. വകാന അഹബ്ബദ്ദീനി ഇലൈഹി, ദീൻ കാര്യങ്ങളിൽ വച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ആയിരുന്നു. വകാന അഹബ്ബുദ്ദീനി ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ദീനിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു. ഖാൻ്റെ ഇസ്മാണ് അഹബ്ബു, അഹബ്ബുദ്ദീനി ഇലൈഹി മാ ദാവമ അലൈഹി. മാ ഒന്ന്, ദാവമ ഒരു മനുഷ്യൻ ദായിമാക്കിയിരിക്കുന്നു, അലൈഹി ആ ഒന്നിൻ്റെ മേലിൽ. ഇപ്പോൾ ദായിമാക്കുന്ന അമലേതാണോ ആ അമലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇവിടെ ഇമാം ബുഖാരി വകാന അഹബ്ബദ്ദീനി ഇലൈഹി എന്നതിലുള്ള ളമീർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് വിടേണ്ടത് എന്ന് വരുത്താനാണ് ബാബിൽ അഹബ്ബുദ്ദീനി ഇലല്ലാഹ് എന്ന് ബാബിൽ കൊടുത്തത്. ഈ ളമീറിൻ്റെ മർജിലി പറഞ്ഞതാണ്. അപ്പോൾ ഇതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൻ്റെ ബാക്കിയാണ്. ഖാല മഹ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഹദീസിൻ്റെ ബാക്കിയാണത്. വകാന അഹബ്ബുദ്ദീനി ഇലൈഹി മാ ദാവമ അലൈഹി സാഹിബുഹു. വകാന അഹബ്ബുദ്ദീനി ഇലൈഹി, അല്ലാഹുവിലേക്ക് ദീനിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു മാ ഒന്ന്, ദാവമ അലൈഹി അതിൻ്റെ മേലിൽ ചട്ടമായി നിത്യമായി ചെയ്തിരിക്കുന്നു, സ്വാഹിബുഹു ആ ദീനിൻ്റെ സ്വാഹിബ്. ദാവമൻ്റെ ഫായില് സ്വാഹിബു എന്നാണ്, ഫായില് ശേഷം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ വളരെ ചിന്തിക്കേണ്ട വിഷയമാണ് ഈ ഹദീസ്. ഏതൊരു അമലുകൾ ആര് തന്നെ ചെയ്യുന്നുണ്ടെങ്കിലും ആ ചെയ്യുന്ന അമലുകൾ അവരവർ എന്നെന്നും ചെയ്യാൻ പറ്റുന്ന രീതിയിലാവണം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ, ചില പ്രത്യേകമായ ദിവസങ്ങളിൽ വാരിതായ അമലിനെ പറ്റിയല്ല. ഇപ്പം ഹജ്ജിന് പോയവൻ അറഫാ ദിവസത്തിൽ, ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ മക്കയിൽ, അത് അവൻ ചെയ്യുന്നത് ആ ഹജ്ജിൽ മാത്രം വന്ന് വാരിതായ ദിക്റുകളും അമാലുകളുമാണ്. അതിനെ സംബന്ധിച്ചല്ല പറയുന്നത്. അങ്ങനല്ലാതെ വിറുതുകളായി ചെയ്യുന്ന അമലുകൾ, ആ വിറുതുകളായി ചെയ്യുന്ന അമലുകൾ അത് എന്നെന്നും ദായിമായി ചെയ്യണം. അങ്ങനെയുള്ളതാണ് പതിവാക്കേണ്ടത്. ഒരാൾ ദുഹാ നിസ്കരിക്കുകയാണെങ്കിൽ അവനിക്ക് പതിവാക്കാൻ എത്ര കയ്യോ അതാണ് അവൻ ചെയ്യേണ്ടത്. 2 ആണെങ്കിൽ 2, 4 ആണെങ്കിൽ 4, 6 ആണെങ്കിൽ 6, 8 ആണെങ്കിൽ 8. അതുപോലെ തഹജ്ജുദും അങ്ങനെ തന്നെയാണ്. എത്ര റക്അത്താണ് എന്നുള്ളതും എത്ര സമയമാണ് എന്നുള്ളതും അത് അവൻ്റെ ശരീരത്തിൻ്റെ ഘടന അനുസരിച്ച് അത് നിശ്ചയിക്കേണ്ടതാണ്. അത് മഹാന്മാരായ മുറബ്ബിയായ മശായിഖന്മാരുമായി ബന്ധപ്പെട്ടാണ് ഓരോരുത്തർക്കും എങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് തീരുമാനിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ ഹദീസ് ഓതിത്തരുമ്പോൾ പ്രത്യേകമായി പറഞ്ഞു, ഇന്ന് ധാരാളം ശൈഖന്മാരാണ്, ത്വരീഖത്തിൻ്റെ മശായിഖന്മാരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർ ഓരോരുത്തരുടെയും ഇസ്തിഅദാദ് തഹയ്യു പരിഗണിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മശായിഖന്മാർ ത്വരീഖത്ത് കൊടുക്കുകയും അമലുകളെ നിർണയിച്ചു കൊടുക്കുകയും ചെയ്യല്. എന്നാൽ ഇന്നുള്ള ചില ശൈഖന്മാരാണെന്ന് പറയുന്ന ജന്തുക്കൾ, ശിവയുടെ പ്രയോഗമാണ് ജന്തുക്കൾ, അവർ ആ ഇസ്തിഅദാദോ തഹയ്യുവോ ഒന്നും നോക്കാതെ എല്ലാവർക്കും ത്വരീഖത്ത് കൊടുക്കും. ഒരേ ത്വരീഖത്ത്, ഒരേ അദ്കാറുകൾ. അവർക്ക് അതിനേക്കുള്ള പക്വതയുണ്ടോ, പാകതയുണ്ടോ, അവർക്ക് ദായിമാക്കാൻ കഴിയുമോ എന്നൊന്നും നോക്കാതെ ത്വരീഖത്ത് കച്ചവടം അവർ ചെയ്യും, എല്ലാവരെയും അവൻ്റെ മുരീദാക്കാൻ വേണ്ടി. എന്നാൽ അങ്ങനെയുള്ള മുരീദന്മാർക്ക് അത് ദായിമാക്കാൻ, ഇങ്ങനെയുള്ള ശൈഖന്മാരിൽ നിന്ന് ലഭിക്കുന്നത് ദായിമാക്കാൻ കഴിയില്ല. കാരണം മുറബ്ബിയായ ശൈഖല്ല. അതുകൊണ്ട് തന്നെ മുരീദിന് കഴിയൂലേ എന്ന് നോക്കാതെയാണ്, സാധിക്കൂലേ എന്ന് നോക്കാതെയാണ് മുരീദന്മാരെ ഏൽപ്പിക്കുക. അവർക്ക് ത്വരീഖത്ത് കൊടുക്കുക, അദ്കാർ കൊടുക്കുക. അവരൊന്നും യഥാർത്ഥത്തിൽ ശൈഖന്മാരെ അല്ല. യഥാർത്ഥ ശൈഖന്മാർ അവർ ഇപ്പോഴുള്ള അവസ്ഥയും ഭാവിയിലുള്ള അവസ്ഥയും കണ്ട് അവരുടെ ഘടന മനസ്സിലാക്കി, മനസ്സിലാക്കി അവർക്ക് ദായിമാക്കാൻ കഴിയുന്ന അമലുകൾ കൊടുക്കും. യഥാർത്ഥ ശൈഖാകുമ്പോൾ എല്ലാവർക്കും ഒരേ ദിക്റുകളോ ഒരേ അമലുകളോ അല്ല കൊടുക്കുക. അവരവരുടെ ശരീരത്തിൻ്റെ ഇസ്തിഅദാദ് അനുസരിച്ചാണ് കൊടുക്കുക. അതേ നിലനിൽക്കുള്ളൂ, അതേ ദായിമാക്കാൻ കഴിയുകയുള്ളൂ. അത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ അൽ ഹിക്കി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ റൂഹുൽ ബയാൻ പറയുന്ന ഒരു ഇബാറത്ത്, വദ്കുർ റബ്ബക ഫീ നഫ്സിക തളറുഅൻ വഖീഫ വദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഗുദുവ്വി വൽ ആസ്വാൽ ولا تكن من الغافلين إن الذين عند ربك لا يستكبرون عن عبادته ويسبحونه وله يسجدون. സൂറത്തുൽ അറാഫ് 205-206. ഇതിൻ്റെ ശറഹിൽ തഫ്സീറിൽ മഹാനവറുകൾ പറയാണ്, വത്തഫഖൽ മശായിഖ് വൽ ഉലമാഉ ബില്ലാഹ്. മശായിഖന്മാരും അല്ലാഹുവിനെ കൊണ്ട് അറിവുള്ള പണ്ഡിതരും ഇത്തിഫാക്കായിരിക്കുന്നു അല അന്ന മൻ ലാ വിർദ ലഹു ലാ വാരിദ ലഹ്, വിർദില്ലാത്തവന് വാരിദില്ല എന്നുള്ളതിൻ്റെ ഇത്തിഫാക്കായിട്ടുണ്ട്. വിർദ് എന്ന് പറഞ്ഞാൽ ദായിമായി ചൊല്ലുന്ന, നിത്യമായി ചെയ്യുന്ന, പതിവായി ചെയ്യുന്ന അദ്കാറുകൾ. അത് ദിക്റായാലും വേണ്ടില്ല, ദിക്ർ തന്നെ ആമാണ്, ഖുർആനോത്താലും വേണ്ടില്ല, നിസ്കാരാലും വേണ്ടില്ല, നോമ്പാലും വേണ്ടില്ല, ഹദ്ദാദ്റാത്തീവായാലും വേണ്ടില്ല, ദായിമായി ചൊല്ലേണ്ട ഒരു വിറുദില്ലാത്തവനിക്ക് വാരിദുണ്ടാവില്ല.
വാരിദ് എന്നാൽ ബഹുമാനപ്പെട്ട ബിനത്തായില്ലാഹി സിക്കന്ദർ ഹിക്കമിലെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഹിക്കമിൻ്റെ സുറാവും മറ്റുള്ള സൂഫിയാക്കളെല്ലാം വളരെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് വാരിദ്. വാരിദ് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് അവൻ്റെ കൽബിലേക്ക് വരുന്ന പ്രത്യേകമായ പ്രകാശം. ആ പ്രകാശം കൊണ്ട് അവനക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയും. അതോടുകൂടെ തന്നെ ലൗഹുൽ മഹ്ഫൂദ് അടക്കമുള്ള ഏതും അറിയാനും കഴിയും, മനസ്സിലാക്കാനും കഴിയും, വായിക്കാനും കഴിയും. എല്ലാം അറിഞ്ഞ കാര്യങ്ങൾ പലതും അവനക്ക് പറയാൻ കഴിയും. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് വരുന്നതായ പ്രത്യേകമായ ഒരു ലദുന്നിയായ നൂർ, ആ നൂറുണ്ടാവൂല വിറുദില്ലാത്തവനക്ക്. വിറുദ് ദായിമായ അമലുള്ളവനക്ക് മാത്രമേ വിറുദുണ്ടാവുള്ളൂ. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു മുരീദ്, ഒരു വ്യക്തി അവൻ്റെ വിറുദിനെ തൊട്ട് മുറിഞ്ഞു പോവൽ, വിവൃതി ചെല്ലാതിരിക്കൽ. കാരണം എന്താ? സിവ സഫരി വൽ മറലി വൽ ഹറമി വൽ മൗത്തി, യാത്ര, രോഗം, വാർദ്ധക്യം, മരണം, ഇത് മൂന്നുമല്ലാത്ത കാരണം കൊണ്ട്. ഇത് മൂന്നുമാകുമ്പോൾ വിറുദുകൾക്ക് മറ്റുള്ള അമലുകളെ പോലെ തന്നെ വിറുദ് വാജിബായ അമലുകൾ തന്നെ കസ്റും ജമ്മുക്കാക്ക നോമ്പ് വരെ ഇളവുണ്ട്. അങ്ങനെയുള്ളതായ സഫർ, മറല്, ഹറമ്, മൗത്ത് അല്ലാത്ത വേറെ വല്ല കാരണം കൊണ്ടിട്ടും അവൻ്റേതായ വീഴ്ച കാരണം അവനക്ക് വിറുദിനെ തൊട്ട് മുങ്കത്തിയാവൽ അലാമത്തുൽ ബുഅദി മിനല്ലാഹി തആല വൽ ഖിദ്ലാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ തൊട്ട് അവൻ അകന്നു എന്നതിൻ്റെ അടയാളമാണ്. വൽ ഖിദ്ലാൻ, അല്ലാഹുവിൻ്റെ വക്കൽ നിന്ന് തൗഫീഖ് അവനിക്കില്ല എന്നുള്ളതിൻ്റെയും അടയാളമാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചില ആളുകൾ ഉണ്ടാവും, അവർ കാണുന്നതോട് മുഴുവൻ ദിക്ർ വഹിച്ചു, വിറുദ് വഹിച്ചു, എന്നാൽ ഒന്നും പതിവാക്കൂല. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക. വിറുദ് ലഭിച്ച ഒരു ഹദ്ദാദ് റാത്തീബ് ചെറുപ്പത്തിൽ പതിവാക്കിയതാണ്, ദർസ് പോണ അന്ന് തുടങ്ങിയതായിരിക്കും. പിന്നീട് നാട്ടിൽ വന്നാൽ ലീവ് സമയത്ത് അത് ചെല്ലൂല, എന്നാൽ അത് നിർത്തൽ അലാമത്തുൽ ബുഅദി മിനല്ലാഹി തആല വൽ ഖിദ്ലാൻ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വയംബഗി ലിമൻ കാന ലഹു വിർദുൻ, വിറുദുള്ള ഒരുത്തനിക്ക് അത്യാവശ്യമാണ്. ഫഫാതഹു ദാലിക, ആ വിറുദ് അവനിക്ക് നഷ്ടപ്പെട്ടു പോയാൽ അയ്യതദാറകഹു, അതിനവൻ വീണ്ടെടുക്കണം. വയതി ബിഹി, അതിനവൻ കൊണ്ടുവരുകയും വേണം. വലോ ബഅദ ഉസ്ബൂഇൻ, അത് ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ശരി. വമിൻ ഹുനാ തഖ്ലി സൂഫിയത്തു തഹജ്ജുദ, ഈ ഒരു കാരണം കൊണ്ടാണ് ബഹുമാനപ്പെട്ട സൂഫിയാക്കൾ തഹജ്ജുദിനെ ഖളാ വിട്ടും. മഅന്നഹു ലൈസ മിനൽ ഫറായിദ്, അത് ഫറായിദ് പെട്ടതൊന്നുമല്ല. പക്ഷെ അവരുടെ വിരുദ്ധായ തഹജ്ജുദ് ഒരു ദിവസം കൊണ്ടും ഈ നാലാമത് കാരണം കൊണ്ടല്ലാതെ ഫൗത്തായി പോയാൽ അവർ ഖളാ വിട്ടും. അത് ഖളാ വിട്ടാതിരുന്നാൽ അത് ഖിദ്ലാനിൻ്റെയും അല്ലാഹുവിനെ തൊട്ട് അകന്നു എന്നതിൻ്റെയും അടയാളമാണ്. എന്നിട്ട് മഹാനായ ഇസ്മായിൽ അൽ-ഹിക്കി റളിയല്ലാഹു അൻഹു പറയാണ്, വസ്സിർറു ഫീ ഹാദാ, ഇതിലുള്ള സിർ, എന്ത് ചെയ്യുകയാണെങ്കിലും അത് വിറുദുകൾ ദായിമായി ചെയ്യണം. ദായിമാക്കാൻ വല്ല ദിവസങ്ങളിലും വിട്ടുപോയാൽ അത് ഖളാ വീട്ടണം. ചില ആളുകളുണ്ട്, എന്നോട് ഹദ്ദാദ് എല്ലാമുള്ള ഇശാമരിബിൻ്റെ ഇടയിലാണ്, സറുടെ ഇടയിൽ നേരം പൊളുത്തുവരെ ചെല്ലണ്ട, ദുആസ്കാരത്തിന് സമയമുണ്ട്, അത് സമയം കഴിഞ്ഞില്ല, ഖളാ വീട്ടണ്ട. നബി തങ്ങളോട് ശരീരം നോക്കിയാൽ ഒരു ദിവസം ളുഹറിൻ്റെ സുന്നത്ത് നിസ്കാരം അസറിൻ്റെ നിസ്കരിക്കാൻ കഴിയാതെ വന്നപ്പം പിന്നീട് അസറിൻ്റെ നിസ്കരിക്കുകയും അത് ദായിമാക്കുകയും ചെയ്തിരുന്നു റസൂലുള്ളാഹി തങ്ങൾ. അപ്പോൾ വിരുദ്ധ ഖളാ വീട്ടണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്ക് സൂഫിയാക്കളെ പറ്റിയോ ദീനിനെ പറ്റിയോ അമലുകളെ സംബന്ധിച്ചോ അറിയില്ല എന്നതിൻ്റെ അടയാളമാണ്. മഹാനവറുകൾ സിർ പറയാണ്, وسر في هذا أن المراد من الأوراد بل من سائر العبادات تغيير صفات الباطن وكمه رذائل القلب. യഥാർത്ഥത്തിൽ ഔറാദ് കൊണ്ടുള്ള ലക്ഷ്യമുള്ളത്, ഏത് ഇബാദത്ത് കൊണ്ടുള്ള ലക്ഷ്യമുള്ളത് ബാത്തിൻ്റെ ഉള്ളിലെ സിഫത്തിനെ മാറ്റലും കൽബിൻ്റെ എന്തെല്ലാം താഴ്ചകളുണ്ടോ കളങ്കങ്ങളുണ്ടോ അതെല്ലാം വലിച്ചെറിയലുമാണ്, പറിച്ചെറിയലുമാണ്.
ലക്ഷ്യമുള്ളത്. എന്നാൽ വാഹദുൽ അഅ്മാലി യുഖാല്ലു അസാറുഹാ, എന്നാൽ ഓരോരോ അമൽ കൊള്ള നോക്കുമ്പോൾ അതിൻ്റെ അസറുകൾ വളരെ കുറവായിരിക്കും. ബല്ലാ യുഹസ്സു ബിഅസാരിഹാ, അത് മനസ്സിൽ തഅ്സീർ ചെയ്യുന്നുണ്ടെങ്കിലും അത് അറിയാൻ മാത്രം ഉണ്ടാവില്ല. മനസ്സിൻ്റെ സ്വഭാവങ്ങളെ മാറ്റിയെടുക്കുക, ദുർചിന്തകളെ ദുർസ്വഭാവങ്ങളെ മനസ്സിൽ നിന്ന് വലിച്ചെറിയാൻ ആണ് അമലെങ്കിലും ഓരോരോ അമൽ കൊള്ള നോക്കുമ്പം അതിൻ്റെ അസറുകളെ മനസ്സിലാക്കാൻ മാത്രം ഉണ്ടാവില്ല. പിന്നെ ആ ഖൽബിൻ്റെ സ്വഭാവം കടഞ്ഞെടുത്ത് സ്ഫുടം ചെയ്യാൻ ആവശ്യമുള്ളത് എല്ലാ അവരും കൂടിയതാണ്. അത് ഓരോരോ ദിവസവും ഇദാലം യകുൻ യഖ്ബുൽ അമലൽ വാഹിദ അസറൻ മഹ്സൂസൻ വലം യുർദിഫ് ബിസാനിൻ വസാലിസിൻ അലൽ ഖുർബി വത്തവാലി ഇൻ മഹൽ അസറുൽ അവ്വലു ഐലാ. അങ്ങനെ ഈ അമലുകളെ കൊണ്ട് കൽബിനെ സ്ഫുടം ചെയ്ത് കുറച്ചീച്ച ചെയ്ത് അത് പിന്നീടും ആ അസർ സ്ഫുടം ചെയ്യുമ്പോഴാണ് അതിലേക്ക് അസറാത്തിൻ്റെ അടയാളങ്ങൾ കൽബിൽ വീഴുക. നേരെ മറിച്ച് കുറച്ച് ചെയ്തു പിന്നീട് നിർത്തിക്കഴിഞ്ഞാൽ ആ ചെയ്തതായ സ്ഫുടം അതിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് പോയി അതിലേക്ക് കറ വീണ്ടും വന്ന് പിടിക്കപ്പെടും. അതുകൊണ്ട് എന്നെന്നും അത് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ആ കൽബിൻ്റെ കഴുകി വൃത്തിയാക്കൽ പൂർണ്ണമാവുക. അപ്പോഴാണ് അത് ലഭിക്കുക. അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും ആദ്യം ചെയ്തത്. വലിഹാദ സിദ്ദി ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ലാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അമലുകളിൽ വെച്ച് അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അദ്വമാണ്, എന്നെന്നും ചെയ്യാൻ പറ്റിയതാണ്, എന്നെന്നും ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ സ്ഫുടം ചെയ്ത് വെച്ചത് അത് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക. അതിന്മേൽ തന്നെ വീണ്ടും അതിന്മേൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അത് ഒരേ അമലുകളെ കൊണ്ടാകുമ്പോഴാണ് ആ സ്ഫുടത ഒരേ രീതിയിൽ വരിക. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകൾ പറഞ്ഞത്, ഏതെങ്കിലും അമലുകൾ ഇസ്മാലിക്ക് പറയാണ്, വലിഹാദാ യുൻകിറു അഹ്ലു തസവ്വുഫി തർക്കൽ ഔറാദ്. തസവ്വുഫിൻ്റെ അഹ്ലുകാർ അമലുകൾ വിറുതുകളെ ഒഴിവാക്കൽ നിഷേധിക്കലിന് വളരെയധികം വെറുക്കലുണ്ട്, വളരെയധികം അതിനെ ഇൻകാർ ചെയ്യലുണ്ട്. കമാ യുൻകിറൂന തർക്കൽ ഫറായിലി, ഫർളുകളെ ഒഴിവാക്കലിനെ എങ്ങനെ ആക്ഷേപിക്കോ അതേ പ്രകാരം തന്നെ വിറുത് വാങ്ങിയിട്ട് ചെയ്യാതിരിക്കലിനെയും ഒരു ഇൻകാർ ചെയ്യലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ദായിമാക്കുന്ന അമലുകൾ വേണം. അതാണ് അവൻ്റെ മനസ്സിനെ ശുദ്ധിയാക്കാൻ വേണ്ടത്. അത് എത്ര കുറവാരും വേണ്ടില്ല. കിട്ടിയതായ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാ. നമ്മുടെ റിവായത്തിലുള്ള ബുഖാരിൻ്റെ ഇപ്പോഴത്തെ റിവായത്തിലുള്ളത് 3 റിവായത്ത്, വകാന അഹബ്ബുദ്ദീനി ഇലൈഹി മാ ദാവമ അലൈഹി സ്വാഹിബുഹു. മറ്റു റിവായത്തിൽ അഹബ്ബുൽ അഅ്മാലി എന്ന് പറയാൻ തന്നെയാണ് ഇവിടുത്തെ അഹബ്ബുദ്ദീനി എന്നോട് ഉദ്ദേശമുള്ളത്. അബദായിമായി ചെയ്യണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതിൽ നിന്ന് മനസ്സിലാക്കുക, അഹബ്ബ് എന്നാ പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം സാധാരണ നിസ്കരിക്കുന്ന തഹജ്ജുദിൻ്റെ സമയം റക്അത്ത് ഒരു ദിവസം അവനക്ക് പ്രത്യേക ആവേശം വന്നു, കൂടുതൽ ചെയ്തി കുഴപ്പമൊന്നുമില്ല. കാരണം അഹബ്ബ് ദായിമാക്കുന്നതാണ്. മറ്റുള്ള എനിക്ക് മഹബത്തില്ല എന്നില്ല, മറ്റുള്ള അള്ളാഹ്ക്ക് വെറുപ്പാണ് എന്ന് എനിക്ക് അർത്ഥമില്ല, അള്ളാഹ്ക്ക് ഇഷ്ടം തന്നെയാണ്. എല്ലാ ദിവസവും ഒരു ജുസു ഓതുന്നു, എനിക്ക് ഒരു ദിവസം കൂടുതൽ ഓതാൻ കഴിഞ്ഞാൽ ഓതിക്കോട്ടെ, പക്ഷെ ആ ഒരു ജുസു എന്നത് നിർത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു ജുസേ ഓതിക്കൂടൂ എന്നല്ല. ചിന്തിക്കണം, അഹബ്ബ് എന്നാണ് ഇവിടുത്തെ പ്രയോഗമുള്ളത്. അള്ളാഹു നമുക്ക് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അമലുകൾ ചെയ്ത് അതിൽ കൂടെ ഈ ആഖിബത്ത് നന്നായി മരണപ്പെടാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.